വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും SSLC പരീക്ഷ അവസാനിച്ചു, +2 പരീക്ഷ അവസാനിച്ചു. +1 പരീക്ഷ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതിനിടയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം നമുക്കറിയാം, നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കൃത്യമായൊരു നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. ഈ കാലഘട്ടത്തിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് ശേഷമുള്ള ആഘോഷ പരിപാടികൾ ഇത്തവണ വേണ്ട എന്നുള്ളതും കർശനമായ നിർദ്ദേശം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല സ്കൂളുകളിലും അനിഷ്ട സംഭവങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഈ വ്യക്തിവൈരാഗ്യങ്ങളും പകയും 1 വർഷമായിട്ട് 2 വർഷമായിട്ടൊക്കെ സ്കൂളിൽ പഠിച്ചതിൻ്റെ സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിലോ ക്ലാസ്സുകൾ തമ്മിലോ ഒക്കെ ഉള്ള പകയും വൈരാഗ്യവും ഒക്കെ തീർക്കാനുള്ള ഇടങ്ങളായിട്ട് നമ്മുടെ സ്കൂളുകൾ മാറുന്നു. അതോടൊപ്പം തന്നെ ലഹരികളുടെ ഉപയോഗം വളരെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നിർദ്ദേശത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരുന്നത്. എന്നാൽ ഇതാ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മളുടെ പത്തനംതിട്ടയിൽ നിന്ന്, കേരളത്തിലെ സാക്ഷര സമൂഹമെന്ന് നമ്മൾ അഭിമാനിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് വലിയ ഒരു വാർത്ത പുറത്തു വരുന്നു. മദ്യലഹരിയിൽ SLC വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്നു. ബാഗിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തുന്ന ഒരു വലിയ സാഹചര്യത്തിലേക്ക്, ഭയാനകമായ സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല പോകുന്നു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല വലിയ അപകടം നേരിടുന്നു എന്നുള്ള സാഹചര്യങ്ങൾ. അങ്ങനെ വിദ്യാർത്ഥിയുടെ ബാഗ് സംശയാസ്പദമായി അധ്യാപിക പരിശോധിച്ചപ്പോൾ 10,000 രൂപയും ബാഗിൽ നിന്ന് കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും രക്ഷിതാക്കളെ വലിയ ആശങ്കയിലായിരുന്നു. ആ വിദ്യാർത്ഥിയെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ശേഷമുള്ള ആഘോഷ പരിപാടികൾക്ക് വേണ്ടിയാണ് ഈ 10,000 രൂപ കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു SLC വിദ്യാർത്ഥിക്ക് 10,000 രൂപ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതും വിലയിരുത്തേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവന് മദ്യം എവിടെ നിന്ന് ലഭിച്ചു? 18 വയസ്സിന് മുകളിൽ മാത്രം പ്രായമുള്ള ആളുകൾക്ക് മദ്യം ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവൻ്റെ അടുത്തേക്ക് ഈ മദ്യം ആരെത്തിച്ചു എന്നുള്ളതും തീർച്ചയായും അന്വേഷിക്കേണ്ട കാര്യമാണ്. SLC വിദ്യാർത്ഥി മദ്യപിച്ച് വന്ന് SLC പരീക്ഷ എഴുതുന്ന വലിയ കേട്ടുകേൾവിയില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല മാറുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അമ്പരപ്പിക്കുന്നു, ആശങ്കപ്പെടുത്തുന്നു. എന്തായാലും ഒരു വലിയ ജാഗ്രത, വലിയൊരു കരുതൽ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരിലും ഉണ്ടാകണം. ഇനി വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ശേഷമുള്ള നിമിഷങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും രക്ഷകർത്താക്കളുടെ ഒരു കൃത്യമായ ഇടപെടൽ ഇതിലുണ്ടാകണമെന്ന് വീക്കെൻഡ് മീഡിയ അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.